പാലക്കാട് മണ്ണാർക്കാട് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരം പിടികൂടി. സംഭവത്തിൽ തച്ചമ്പാറ സ്വദേശി സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തു. ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപത്താണ് പരിശോധന നടന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അട്ടപ്പാടി ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആനമൂളി ചെക്ക് പോസ്റ്റ് ഭാഗത്താണ് ഒരു വാഹന പരിശോധന നടത്തിയത്. അതിലാണ് ഈ സ്ഫോടക വസ്തു പിടികൂടിയിരിക്കുന്നത്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പുതൂരിലേക്ക് കടത്താൻ ശ്രമിച്ച ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളുമാണ് പോലീസിന്റെ പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത്. 405 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 399 ഡിറ്റനേറ്ററുകൾ എന്നിവയാണ് പിടികൂടിയിരിക്കുന്നത്. തച്ചമ്പാറ സ്വദേശിയായ സന്ദീപ്, 37 വയസ്സാണ് അയാൾക്കുള്ളത്. അയാളാണ് പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം പ്രാഥമികമായി പോലീസിന് നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രദേശത്തെ കോറികൾ കേന്ദ്രീകരിച്ചാണ് ഇത് വിൽപ്പന, അവിടേക്ക് എത്തിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അട്ടപ്പാടി അടക്കമുള്ള മേഖലകളിൽ അനധികൃത പാറ ഖനനം നടക്കുന്നുണ്ട് എന്ന വിവരം പോലീസിനും അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾക്കുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിശോധന നടത്തിയത്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും പാലക്കാട് നഗരത്തിലടക്കം ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം കൂടി ചേർത്ത് പാലക്കാട് SP R അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘമുണ്ട്. ഈ കേസും സമാനമായ രീതിയിൽ അതിലേക്ക് വല്ല കണക്ഷനും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.